ഓക്കെ. അതുപോലെ തന്നെ ഇവര് പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. ഇപ്പം എന്റേത് വന്നിട്ടുള്ളത് ഗർസോപ്പിന്റെതാണ്. ഞാൻ ഗർസോപ്പ് മാത്രമല്ല, ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ. അപ്പൊ ഹെലനോസ് പാട്ട കല്യാണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കല്യാണി ചേച്ചിയെ മനസ്സിലായല്ലോ അല്ലെ? കണ്ണി കണ്ട ക്രീം എല്ലാം വാരി തേച്ച് അവസാനം സ്കിന്നെല്ലാം ഡാമേജ്ഡ് ആയി. അങ്ങനെ ഡോക്ടറെയും കാണിച്ച് ഡോക്ടറോട് കൊളാബ് ചോദിച്ചപ്പോൾ ഡോക്ടർ കണ്ടം വഴി ഓടിച്ച് അവസാനം ഡോക്ടർ എന്നെ പറ്റിച്ചെന്നും പറഞ്ഞ് വീഡിയോ ചെയ്ത് മൈ വേ ബൈ കല്യാണി ഇല്ലേ ചേച്ചി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എയറിലാണല്ലോ. ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഹെലൻ രംഗത്ത് വന്നിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. കല്യാണി ചേച്ചിയെ പോലെ ഇടയ്ക്കിടെ ഓരോരോ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ നമ്മുടെ ഹെലനും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ വർഗസ്നേഹം കാണുമല്ലോ. സംഭവം ഹെലന് നല്ല ഫ്രണ്ട് ഒക്കെയാണ്. പക്ഷെ കൂട്ടുകാർ വഴി പേച്ച് പോകുന്നത് കാണുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റുമോ? ഒരു നല്ല ഫ്രണ്ട് എന്താ ചെയ്യുക? നേരായ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോലെ ശ്രമിക്കും. അത്രേ ഞാനും ചെയ്യുന്നുള്ളൂ. കല്യാണി ചേച്ചി സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്താ അവസ്ഥ? മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. നമുക്ക് എന്തായാലും ഹെലന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ മൈ വെരി 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 ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഐ നോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ട്, കാരണം തിരക്കായിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോ എന്റെ ഫീഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും നെഗറ്റീവായിട്ട് അത് ചിത്രീകരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാണണമല്ലോ, കണ്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അമ്മാതിരി പറപ്പല്ലേ കല്യാണി ചേച്ചി ഇവിടെ കാണിച്ചു കൂട്ടിയിരുന്നത്. അപ്പൊ പിന്നെ ട്രോളുന്നത് നെഗറ്റീവ് വരുന്നൊക്കെ സ്വാഭാവികം. ഒന്ന് വീതം 3 നേരം വെച്ച് ബ്യൂട്ടി ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് കല്യാണി ചേച്ചി. എന്നിട്ട് ഈ ക്രീം എല്ലാം തേച്ച് അവസാനം പണി കിട്ടിയപ്പോ ലക്ഷങ്ങൾ മുടക്കി ചേച്ചി ചികിത്സിക്കാൻ പോയി. അതിന്റെ ഇടയിലും ഇവിടെ ക്രീം പ്രൊമോഷനുകൾ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും പണി കിട്ടി, എന്നാ പിന്നെ നിങ്ങൾക്കും കിടക്കട്ടെ. അതായിരുന്നു ചേച്ചിന്റെ ലൈൻ എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചേച്ചിന് പിന്നെ ട്രോളാതിരിക്കാൻ പറ്റുമോ ഹെലന്? നിനക്ക് ചിലപ്പോ ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല. ഉണ്ടാവില്ല എന്നല്ല, ഇല്ല. അതുകൊണ്ടാണല്ലോ നീ കല്യാണിനെ സപ്പോർട്ട് ചെയ്തു വന്നത്. എന്തായാലും നീ ബാക്കി പറ. കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഇവരുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല. ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല. ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. അത് പിന്നെ ചെറിയ വിഷയമാണ്. ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് എങ്ങനെയാണ് ഹെലന് നിനക്ക് ഇത്ര ലാഘവത്തോട് സംസാരിക്കാൻ കഴിയുന്നത്? ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നല്ലേ? കൊള്ളാം മോളെ. ഈ കല്യാണി എന്ന് പറയുന്ന ആള് കഴിഞ്ഞ 8 മാസത്തോളമായി സ്കിന്ന് ഡാമേജ്ഡ് ആയിട്ട് ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇവർ എത്രയോ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിലേതോ ക്രീമാണ് ചേച്ചിക്ക് പണി കൊടുത്തത്. സോ അതിനിടയിൽ ഇവരുടെ പ്രൊമോഷൻ കണ്ട ആളുകൾ ഈ ക്രീമുകളെല്ലാം ഉപയോഗിക്കുന്നുമുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഈ ആളുകളോട് തനിക്ക് ക്രീം തേച്ച് പണി കിട്ടി വിവരം അറിയിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയല്ലേ? ഫോളോവേഴ്സിനോട് കുറച്ചൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട മോളെ. എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഹെലനെ നിനക്ക്? ഇങ്ങനെയൊക്കെ ന്യായീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം നിനക്കറിയില്ല, അല്ലെങ്കിൽ നിനക്ക് വിവരമില്ല. ഇതിലേതാണെന്ന് നീ തന്നെ പറ. ഓക്കെ. അതുപോലെ തന്നെ ഇവര് പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. ഇപ്പം എന്റേത് വന്നിട്ടുള്ളത് ഗർസോപ്പിന്റെതാണ്. ഞാൻ ഗർസോപ്പ് മാത്രമല്ല, ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ലാന്നോ, നാളെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. എന്ന് വെച്ച് എന്ത് തീട്ടെടുത്ത് പ്രൊമോട്ട് ചെയ്യാന്നാണ് ഹെലൻ പറഞ്ഞു വരുന്നത്? അല്ല, എന്താണ് ബാബേട്ട നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോ സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് കുത്തിപ്പിടിച്ച് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണമെന്നൊന്നുമില്ല. ആ സാധനത്തിന് പൊക്കി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ മാത്രം മതി. ആ സാധനം ഉപയോഗിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാണെങ്കിൽ അതിന് നിങ്ങളും കൂടി ഉത്തരവാദിയാണ്. അതുപോലെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പൊക്കി അടിച്ച മെച്ചമൊന്നും ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിനും നിങ്ങൾ ഉത്തരവാദിയാണ്. ഉദാഹരണത്തിന് ഗർസോപ്പ് തന്നെ എടുത്തോ. നീ അഭിമാനത്തോടെ പറഞ്ഞല്ലോ ഞാനത് പ്രൊമോട്ട് ചെയ്തിരുന്നു എന്ന്. എന്ത് പറഞ്ഞിട്ടാണ് നീ അത് പ്രൊമോട്ട് ചെയ്തത്? ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ സ്കിന്നിലെ ടാൻ കംപ്ലീറ്റ് ഇല്ലാതാവുമെന്ന്. അതായിരുന്നു നിന്റെ പരസ്യവാചകം. പക്ഷെ ആ സോപ്പ് ഉപയോഗിച്ച ഒരൊറ്റ മനുഷ്യന് പോലും ടാൻ മാറിയിട്ടില്ല. ഒരു ഇൻസ്റ്റന്റ് വൈറ്റനിങ് കിട്ടുമെന്നല്ലാതെ ഒരു ഉപകാരവും ആ സോപ്പ് കൊണ്ട് ഇല്ല എന്നുള്ളതാണ് അത് ഉപയോഗിച്ച ആളുകൾ പറയുന്നത്. അതിനർത്ഥം നീ അടക്കം അത് പ്രൊമോട്ട് ചെയ്ത ആളുകൾ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിന് എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും നിനക്ക് അതിൽ നിന്നും ഊരി പോരാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് രമണ, നീ വീട്ടിൽ വന്ന് വാങ്ങിപ്പിക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് പ്രൊമോട്ട് ചെയ്താൽ മതി. നിന്റെ വീഡിയോ കണ്ട ഒരാളെങ്കിലും വാങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്കും കൂടി ഉണ്ടെന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ നല്ല സുഖമല്ലേ, എന്ത് തേങ്ങ എടുത്ത് പ്രൊമോട്ട് ചെയ്യാലോ. എന്നിട്ട് അവസാനം വന്ന് ഞാൻ ആരും വാങ്ങാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ല സുഖമല്ലേ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് മോളെ. അതിനർത്ഥം എന്താണെന്നുള്ളതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്.
ഇതൊരു ബാക്കി പറ. മനസ്സിലായില്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഏതൊരു ഇപ്പൊ എനിക്ക് എന്റെ സ്കിന്ന് പിന്നെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനോ, ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്നുള്ളത് ഇവിടെയുള്ള നമ്മുടെ കാസർഗോഡുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. കൊള്ളാം. അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ ഉടനെ ഡോക്ടർ പോയി കാണിക്കും. പക്ഷെ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ ഈ പറയുന്ന ഗർസോപ്പും അല്ലെങ്കിൽ വല്ല ചാത്തൻ ക്രീമും ഒക്കെ ഉപയോഗിച്ചാൽ മതി. അല്ല ഹെലനെ, നീ ആള് കൊള്ളാലോ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളൊക്കെ പറ്റിപ്പാണ്, ഉടായ്പാണ്. ഇതിപ്പോ നീ തന്നെ സമ്മതിച്ചതുകൊണ്ട് എന്റെ പണി എളുപ്പമായി. നിനക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ നീ ഉടനെ ഡോക്ടറെ പോയി കാണിക്കും. അപ്പൊ പിന്നെ നിന്റെ ഫോളോവേഴ്സിനോട് ശരിക്കും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നീ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ഡോക്ടറെ പോയി കാണിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലേ? പക്ഷെ പകരം നീ അവർക്ക് ഗർസോപ്പും മറ്റു ക്രീമുകളും സജസ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? നീ ബാക്കി കൂടി പറഞ്ഞാലും എന്തെങ്കിലും ഇഷ്യൂസ്, കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ല. എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ചു ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങൾ കാര്യങ്ങൾ വന്നിട്ടില്ല. അല്ലാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ, വിറ്റാമിന്റെ കുറവ്, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിനെന്താ പറയാ സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറെയാണ്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ പറ. ഇതുവരെ ഒരു വീഡിയോ കണ്ട് ഒന്നും പർച്ചേസ് ചെയ്യാത്ത ആളാണ് സ്വന്തം വീഡിയോയിൽ വന്നിരുന്ന ആളുകൾക്ക് ഓരോ പ്രൊഡക്റ്റും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പരിചയപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഗർസോപ്പിനെ പരസ്യം ചെയ്ത സമയത്ത് ഇവൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസിങ് ദ ഗർസോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബിഫോറിൽ ഡാർക്ക് ആയിട്ടുള്ള ഫോട്ടോ കാണിക്കും, ആഫ്റ്ററിൽ നല്ല ഫിൽറ്റർ ഒക്കെ ഇട്ട് വെളുപ്പിച്ച ഫോട്ടോ കാണിക്കും. ഇങ്ങനെ ആളെ പറ്റിക്കുന്ന ആൾക്കാരാണ് ഇവളൊക്കെ. എന്നിട്ട് പറയുന്നത് കേട്ടില്ല. ഞാൻ ഇതുവരെ വീഡിയോ കണ്ട് ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഡോക്ടറെ കാണിക്കും. ഇത് വാങ്ങണമെന്ന് ആരുടെയും വീട്ടിൽ വന്ന് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഇരട്ടത്താപ്പേ, നിന്റെ പേര് ഹെലനോസ് പാട്ട. ബാക്കി പറഞ്ഞാലും പിന്നെ നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മലയാള സിനിമാ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം, കിവിയാണെന്ന് തോന്നുന്നു, ചെയ്യുന്നുണ്ട്. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും, ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ, ചിലപ്പോ ഈ ലാലേട്ടൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ലാലേട്ടൻ രാവിലെ കണ്ണൻ ദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിന്റെ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? അതിന് ലാലേട്ടൻ വന്നിട്ട് ഞാനിത് തിന്നു നോക്കി കുടിച്ചു നോക്കി വേറെ ലെവലാണെന്നൊന്നും പറയുന്നില്ലല്ലോ മോളെ. പരസ്യം ചെയ്ത് പോകുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ആ സ്ഥാനത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനിത് ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പ്രേക്ഷകരോട് ഡയറക്റ്റ് ആയി പറയുകയാണ് ചെയ്യുന്നത്. ലാലേട്ടൻ ചെയ്യുന്നത് പരസ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇവിടെ മലയാളികൾക്കുണ്ട്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്ന് പറയുമ്പോൾ അത് വെറും പരസ്യവാചകം മാത്രമാണെന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. പക്ഷേ നിങ്ങൾ ഈ സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും ഒക്കെ പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സാധനങ്ങളും പ്രൊമോട്ട് ചെയ്തു വിടുന്നത്. ആളുകൾ അത് പെട്ടെന്ന് വിശ്വസിക്കും, കാരണം അങ്ങനെയാണ് നിങ്ങൾ അത് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇനി ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ പരസ്യം ചെയ്താൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊന്നും കരുതരുത്. ഉടായ്പാണെങ്കിൽ അവർക്കും പണി കിട്ടും. അങ്ങനെ കിട്ടിയ ചരിത്രവുമുണ്ട്. പണ്ട് ഇന്ദുരേഖ പരസ്യം ചെയ്തിട്ട് മമ്മൂട്ടിക്കെതിരെ കേസ് വന്നതൊക്കെ വലിയ വാർത്തയായ സംഭവമാണ്. എന്താണ് മോളെ, എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് അങ്ങോട്ട് മെനയാവുന്നില്ലല്ലോ. എന്തായാലും നീ ബാക്കി പറ. ഇനി നെക്സ്റ്റ് നമ്മള് ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ഇതുവരെയും കളിച്ചത് പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടായിരിക്കും, ആ എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചന്ദ്രികേന്റെ പരസ്യം ചെയ്തിട്ടുള്ള അമല പോള്, കീർത്തി സുരേഷ്, ഇവരൊക്കെ ചന്ദ്രിക സോപ്പിട്ടിട്ടാണ് കുളിക്കുന്നത്. ഇവര് ഡെയിലി. പിന്നെ ഫെയർ ആൻഡ് ലവ്ലിന്റെ പരസ്യത്തിൽ ഉണ്ടായിരുന്ന യാമി, അവരൊക്കെ ഫെയർ ആൻഡ് ലവ്ലി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. ആലിയ ഭട്ട് കുറെ പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും അല്ലേ? അതൊന്നും ഇവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എല്ലാരും അല്ല, ചില ആൾക്കാരാണ് ഞാൻ പറയുന്നത്. അവർക്ക് സംഭവം കണ്ണുകടി. ഇവരെ ഒന്നും ഒരു ബ്രാൻഡും കൊളാബറേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം. അയ്യന്റെ മോളെ, തനി അമ്മായി വർത്താനാണല്ലോ. ഇങ്ങനെ അതപ്പതിക്കല്ലോ മോളെ. ഞങ്ങൾക്ക് ആർക്കും പ്രൊമോഷൻ ഒന്നും വരാറില്ല എന്ന് നീ കബഡി നിരത്തി ഗണിച്ചതാണോ? എല്ലാം അറിയുന്ന പോലാണല്ലോ നീ പറയുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊക്കെ ഇഷ്ടംപോലെ പ്രൊമോഷൻസ് വരാറുണ്ട്. പക്ഷെ ചെയ്യുന്നത് റിയാക്ഷൻ ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അത് മുൻകൂട്ടി കണ്ട് പ്രൊമോഷൻസിനോടൊക്കെ ഞാൻ നോ പറയാറാണ് പതിവ്. ഇതിനിടയിൽ തന്നെ ഇഷ്ടംപോലെ പ്രൊമോഷൻസ് വന്നിട്ടുമുണ്ട്, ഞാൻ കുറെ എണ്ണത്തിനോട് നോ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള പൈസ എനിക്ക് യൂട്യൂബ് തന്നെ വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് എനിക്ക് പ്രൊമോഷന്റെ ആവശ്യം? അങ്ങനെയല്ല, ഞങ്ങൾക്ക് എന്തിനാണ് പ്രൊമോഷൻ ചെയ്യുന്നവരോട് കണ്ണുകടി? കുറച്ചൊക്കെ ഒന്ന് നിലവാരം കാണിക്കുമോളെ. സംസാരിക്കുമ്പോൾ കുറച്ച് ബോധത്തോടെ സംസാരിക്കും. തനി അമ്മായി വർത്താനം പറയല്ലേ. ബാക്കി പറഞ്ഞായിട്ടും പിന്നെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾ തന്നെ പറയുന്നു ഇറ്റ്സ് എ പ്രൊമോഷൻ, ഇറ്റ്സ് എൻ അഡ്വർടൈസ്മെന്റ്. നോബഡി ഈസ് ഫോഴ്സിങ് യു. നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല വാങ്ങണം എന്ന് പറഞ്ഞിട്ട്.
എന്നാ പിന്നെ നീ കുറച്ച് കഞ്ചാവ് എടുത്ത് പ്രൊമോട്ട് ചെയ്യുമോളെ, എന്നിട്ട് പറ ദിസ് ഈസ് ജസ്റ്റ് എ പ്രൊമോഷൻ, വാങ്ങണമെന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന് പറ. പിന്നെ അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ, നീ ബാക്കി പറഞ്ഞാലും ഇല്ല വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരുത്തം പറയുന്നത് കേട്ടു, ഈ പണത്തിന് മീതെ പരുന്ത് പറക്കില്ല എന്നാണല്ലോ. ആ ഏതൊരുത്തം മറ്റാരുമല്ല സുഹൃത്തെ, ഞാൻ തന്നെയാണ്. എന്താണ് ഹെലൻ എന്റെ പേര് പറയാൻ ഇത്ര മടി? ഈ ധൈര്യമായിട്ട് പറഞ്ഞോന്ന്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവള് ഗർസോപ്പ് പ്രൊമോട്ട് ചെയ്ത സമയത്ത് അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗാണ് പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്ന്. അതായത് ഇവള് ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ ഘോരം പ്രസംഗിക്കുന്ന ആളല്ലേ, എന്നിട്ടും ഇങ്ങനെ ഒരു ഉടായ്പ സോപ്പ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ മോശം കാര്യമാണ്. ഇതാണ് പറയുന്നത് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന്. ഇങ്ങനെയാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അന്ന് എന്റെ വീഡിയോക്ക് താഴെ വന്ന് ചളി കമന്റ് ഇട്ട് പോയിട്ടുണ്ടായിരുന്ന ആള്, എന്നിട്ട് ഇപ്പൊ ഏതോ ഒരുത്തനും നോക്കി. എന്നാലിന്റെ പേര് പോലെ ഈ മറന്നല്ലോ, സങ്കടം ഉണ്ട് കേട്ടോ. തരും ബാക്കി പറ. പരുന്ത് പറക്കില്ല എന്നാണല്ലോ. പരുന്ത് പറക്കും. പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാ മതി, പരുന്ത് പറക്കും. ചിരിക്കണ എജാതി ചാലിഷ്ട. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു എന്തോ, ബാക്കി പറന്തായാലും. പിന്നെ ഈ വേ ബൈ കല്യാണി കൊളാബറേഷൻ ചോദിച്ചു അവിടെ പോയിട്ട്. ആ കൊളാബറേഷൻ കൊടുക്കാത്തതിന്റെ പ്രശ്നത്തിലാണ് ഇവരിങ്ങനെയൊക്കെ വീഡിയോ ചെയ്തത്. ഇപ്പൊ ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ ഇപ്പം ഇതുവരെയും ഒരാളോടും ഞാൻ അങ്ങോട്ടേക്ക് കൊളാബറേഷൻ ചോദിച്ചു പോയിട്ടില്ല. അൽഹംദുലില്ലാ ഇതുവരെയും ഈ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷം വരെയും അങ്ങനെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, അത് ക്ലിനിക്ക് എന്നല്ല, ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും കൊളാബറേഷന് താല്പര്യമുണ്ടോ എന്നുള്ളത്. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് വരും. ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ ഈ ഏകദേശം എല്ലാവരും അങ്ങനെയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാര് അവർ കൊളാബറേഷനൊക്കെ ചോദിച്ചു കാണും. ഈ വേ ബൈ കല്യാണം ചോദിച്ചു കാണും, കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കാണും. അവരില്ല എന്ന് പറയുമ്പോൾ ഇവര് ഓക്കെ പൈസ കൊടുത്തു കാണും. പൈസ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആണെന്നില്ല, യൂട്യൂബിലാണെന്ന് തോന്നുന്നു ആക്റ്റീവ് ആയിട്ടുള്ളത്. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും. യൂട്യൂബ് മണി വരും, റവന്യൂ വരും. അപ്പൊ അവർക്ക് പൈസ കൊടുക്കാനുള്ളത് അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഈ യൂട്യൂബ് റവന്യൂവിന്റെ മുകളില് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ ബ്രാൻഡ് പൈസ കൊടുക്കും. അപ്പൊ എന്തായാലും അവരവരുടെ ഫേസ് ആണ് വലുത്. ഇപ്പൊ കല്യാണി പോയിട്ട് അവിടെ പോയി എനിക്ക് കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കിന്റെ അവർ അതെടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് കല്യാണിന്റെ ഫേസിനെയാണെന്ന് കല്യാണിക്ക് അറിയാം. ഓക്കെ, അവര് വെറും മന്ദബുദ്ധിയല്ലല്ലോ നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ. കൊളാബറേഷൻ കിട്ടാത്തത് കൊണ്ട് അവരെ കുറ്റം പറഞ്ഞു, അല്ലാണ്ട് അവരുടെ ചികിത്സാ പിഴവോ അല്ലെങ്കിൽ അവർ ബില്ല് തരാത്ത പ്രശ്നങ്ങളോ ഒന്നും അല്ല. കൊളാബറേഷൻ കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾ ക്ലിനിക്കുകാർ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. ആരാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടാവും, കല്യാണിയെ കുറച്ച് പേര് പോയി നെഗറ്റീവ് പറയും. ആരാ പറഞ്ഞു തന്നെ? നൈസ്. ഓക്കെ, നിങ്ങൾ ഇത് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. കല്യാണി എന്താ വെറും മന്ദബുദ്ധിയാന്ന്? അവിടെ പോയി കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ടിരിക്കും അവര്, ആ ക്ലിനിക്കിന്റെ അവര് മിണ്ടാണ്ടിരിക്കും. അതും അവരതിന് മിണ്ടാതിരുന്നിട്ടില്ലല്ലോ. കല്യാണിയും ഭർത്താവും ക്ലിനിക്കിൽ പോയി അലമുണ്ടാക്കി അന്ന് തന്നെ ക്ലിനിക്കുകാർ അവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ എനിക്ക് കൊളാബ് തന്നില്ലേ എന്ന് പറഞ്ഞ് കല്യാണം അവിടെ പോയി അലമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അലമുണ്ടാക്കിയെന്ന് ക്ലിനിക്കുകാർ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അലമുണ്ടാക്കിയതിന് പിന്നിൽ ഈ കാരണവും ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് കല്യാണിക്ക് വേറെ ഏതൊരു ക്ലിനിക്കിൽ നിന്നും കുറഞ്ഞ പൈസക്ക് സ്കിൻ കെയർ ചെയ്ത് തരാമെന്നോ കൊളാബ് തരാമെന്നോ അങ്ങനെ എന്തോ ഒരു ഓഫർ വന്നപ്പോഴാണ് അവർ ഇപ്പൊ അലമുണ്ടാക്കിയ ക്ലിനിക്കിൽ പോയിട്ട് ബില്ലും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ കൊളാബും ഇതിനൊരു കാരണം തന്നെയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ കൊളാബ് തന്നില്ലേ എന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കാൻ ഹെലൻ പറഞ്ഞ പോലെ കല്യാണം എത്ര മണ്ടിയൊന്നും ആവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ബാക്കി പറഞ്ഞാലും ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പോകുന്ന ക്ലിനിക്കാണ്. അവർക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയാം, അറിവില്ലാത്ത ഒരാളല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ അവിടെ കൊളാബറേഷൻ ചെയ്യുന്നത് വന്നിട്ട് നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് കല്യാണി പിണങ്ങി പോയി എന്ന് അവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കല്യാണിക്ക് ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു ഗുണമില്ലാണ്ടായി പോവില്ലേ? ഒരു വിലയില്ലാണ്ടായി പോവില്ലേ? വിലയൊന്നും അല്ലെങ്കിലും ഇല്ല, ഇപ്പോഴും ഇല്ല, പണ്ടുമില്ല. അതുകൊണ്ട് അത് വിട്, എന്നിട്ട് ബാക്കി പറ. എല്ലാവർക്കും അവരവരുടെ ഈ പറയുന്ന പോലെ സ്റ്റാൻഡേർഡ് വലുതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിനിക്കിന്റെ അവരോട് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ ബില്ല് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൊളാബറേഷന്റെ പേരടിക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവരുടെ കുറ്റമാക്കിയിട്ടും ഇടുന്നത് ശരിയല്ല. നിങ്ങളടുത്ത് കുറെ സെലിബ്രിറ്റികൾ വരുന്നു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആവണം എന്നില്ല. നിങ്ങളെ ഭാഗത്തുനിന്നും തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഈ കൊളാബറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ പ്രൊമോഷൻസ് ചെയ്യുന്ന ആൾക്കാർ, ഇത് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് പറയുന്ന ആൾക്കാരാണ് കേട്ടെ, നിങ്ങൾ കിട്ടാത്ത മുന്തിരി പൊളിക്കും. അങ്ങനെ തന്നെയാണ്, കിട്ടാത്ത മുന്തിരി പൊളിക്കും. നിങ്ങൾക്ക് പാവം യൂട്യൂബിൽ നിന്ന് മാത്രം റവന്യൂ വരുന്നു. ഈ പ്രൊഡക്ഷൻ ബ്രാൻഡുകൾ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്നും പണം വരുന്നു, പ്രൊഡക്റ്റിന്റെ പണവും വരുന്നു. അസൂയക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളോടൊന്നും പറയാനില്ല. ഇതായിരുന്നു ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ഓക്കെ.
അപ്പൊ അതാണ് ഹെലന്റെ കണ്ടുപിടുത്തം. കല്യാണിയും ഹെലനെ പോലുള്ള ആളുകളൊക്കെ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് കണ്ട് അസൂയ മൂത്തിട്ടാണ് പോലും എല്ലാവരും അവർക്കെതിരെ സംസാരിക്കുന്നത്. വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെ ആയി പോയിട്ടോ ഹെലനത്. ഈ ഒരു വീഡിയോയോട് കൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ റിയാക്ഷൻ വ്ലോഗ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് എന്റെ കുട്ടീനെ കൊണ്ട് കഴിയൂല. എനിക്ക് പറ്റിയ പണിയല്ല മോളെ ഇത്. ഈ ഫുൾ ടൈം വല്ല പ്രൊമോഷനും ചെയ്ത് നടന്നോ, അതാണ് നല്ലത്. ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാലോ, ഒരു ഉത്തരവാദിത്വവും വേണ്ട, ആരോടും മറുപടിയും പറയണ്ട, ആളെ പറ്റിച്ച് അങ്ങനെ ജീവിച്ചാൽ മാത്രം മതി. അല്ല അതിപ്പോ എന്താ അവളോടൊക്കെ പറയാ, ഇങ്ങനെയൊന്നും വല്ല നിന്നെ കുറിച്ച് വിചാരിച്ചിരുന്നത്. എന്തായാലും ആവട്ടെ, എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.